DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 13 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്ന വിഷു ഈസ്റ്റർ സഹകരണ വിപണികളുണ്ട്. ഏപ്രിൽ 12 മുതൽ 21 വരെയാണ് വിഷു ഈസ്റ്റർ സബ്സിഡി വിപണി സജ്ജീകരിച്ചിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ 14 ജില്ലാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 170 വിപണന കേന്ദ്രങ്ങളാണ് ഉണ്ടായിരിക്കുക. സംസ്ഥാന ചന്തയിൽ 300 ഉപഭോക്താക്കൾക്കും ജില്ലാതല ചന്തകളിൽ 150 ഉപഭോക്താക്കൾക്കും മറ്റ് ചന്തകളിൽ 75 ഉപഭോക്താക്കൾക്കുമാണ് പ്രതിദിനം സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. ആന്ധ്ര അരി, കുറുവ അരി, മട്ട അരി, പച്ചരി, പഞ്ചസാര, ഉഴുന്ന്, ചെറുപയർ, കടല, തുവരപ്പരിപ്പ്, വൻപയർ, മുളക്, മല്ലി, വെളിച്ചെണ്ണ എന്നിങ്ങനെ 13 ഇനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്നത്. സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ ത്രിവേണി തേയില, ബിരിയാണി അരി, ഡാൽഡ, ആട്ട, മൈദ, റവ, അരിപ്പൊടികൾ, സേമിയ, പാലട, അരിയട, ചുവന്നുള്ളി, സവാള എന്നിവ ഉൾപ്പെടെ മറ്റവശ്യ സാധനങ്ങളും പ്രത്യേകം വിലക്കുറവിൽ ലഭ്യമാകും. സബ്സിഡി ഇനങ്ങൾ പൊതുമാർക്കറ്റിനേക്കാൾ ഏകദേശം 40% വരെ വിലക്കിഴിവിലാണ് ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. മറ്റാവശ്യ നിത്യോപയോഗ സാധനങ്ങൾ 10 മുതൽ 35% വരെ വിലക്കുറവിലും ലഭ്യമാകും. പൊതുവിപണിയിൽ ഏകദേശം 1605 രൂപയിലധികം വില വരുന്ന ഉൽപ്പന്നങ്ങൾ 1136 രൂപയ്ക്കാണ് സബ്സിഡി വിപണികൾ വഴി കൺസ്യൂമർ ഫെഡ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനാൽ ഗുണഭോക്താക്കൾ ഈ ഫെയറുകൾ ഉപകാരപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതവും വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് SSLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് ഉയർത്തി. ഇനി മുതൽ 8ാം സ്ഥാനം വരെ നേടുന്നവർക്കും ഗ്രേസ് മാർക്ക് ലഭിക്കും. കൂടാതെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിനും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യ 4 സ്ഥാനക്കാർക്കാണ് SSLC, HSS, VHSE പരീക്ഷകളിൽ ഗ്രേസ് മാർക്ക് നൽകുന്നത്. സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന മത്സരങ്ങളിൽ മാത്രമല്ല, സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകൾ നടത്തുന്ന മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്കും ഇത് ബാധകമാണ്. അടുത്ത അറിയിപ്പ്, വിവിധ കുറ്റങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നവർക്ക് ശാസ്ത്രീയ പരിശീലനം നൽകാൻ ജില്ലാതല കേന്ദ്രങ്ങൾ തുടങ്ങുകയാണ്. ജില്ലയിൽ 1 കേന്ദ്രം വീതം അനുവദിക്കും. എടപ്പാളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിന്റെ കീഴിലായിരിക്കും പ്രവർത്തനം. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് കൂടിയ പശ്ചാത്തലത്തിലാണ് ജില്ലാതല കേന്ദ്രം തുടങ്ങുന്നത്. വർഷം 25,000 ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവ പുനഃസ്ഥാപിക്കണമെങ്കിൽ 5 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കണം. മദ്യപിച്ചും അലക്ഷ്യമായുള്ള ഡ്രൈവിംഗ്, മൊബൈൽ ഫോൺ ഉപയോഗം, മനഃപൂർവ്വം അപകടമുണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവർക്കാണ് പുനഃപരിശീലനം നൽകുക. ITRന്റെ വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. 5,000 രൂപയാണ് ഫീസ്. 40% സ്ഥാപനത്തിന് ലഭിക്കും. അതായത് ഇനി മുതൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ ആ കാലാവധി കഴിഞ്ഞ് വീണ്ടും വണ്ടിയോടിക്കാമെന്ന് ആരും കരുതരുത്. ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നവർ ലൈസൻസ് പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ 5 ദിവസത്തെ കോഴ്സ് കൂടി പൂർത്തിയാക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.